ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന കിടിലൻ ക്രിസ്പിയായ ഉഴുന്നുവടയാണ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമായി 2 കപ്പ് ഉഴുന്ന് നന്നായി കഴുകി 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. ഇനി ഉഴുന്ന് കുതിർന്നതിന് ശേഷം കുതിർന്ന വെള്ളം മാറ്റി നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഇടാം. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് സ്മൂത്ത് പേസ്റ്റായി നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് എല്ലാം അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കാതെ ശ്രദ്ധിക്കണം. അധികം വെള്ളം ഒഴിച്ച് ലൂസായി നമുക്ക് വടൻ്റെ ഷേപ്പ് കിട്ടാതെ. ശേഷം ഈ ബാറ്റർ ഞാൻ 4 മുതൽ 5 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഈ വട കൂടുതൽ സോഫ്റ്റും ഫ്ലഫിയായും നമുക്ക് കിട്ടും. നമുക്ക് വട ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാം. ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, അല്പം ആവശ്യമുണ്ടെങ്കിൽ ഓപ്ഷനാണ് കുരുമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇവ നന്നായി മിക്സ് ചെയ്യുക. നല്ല ഫ്ലഫി ആയിരിക്കണം. നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലായിടത്തും എത്തുന്ന തരത്തിൽ നന്നായി മിക്സ് ചെയ്യണം. ഇപ്പോൾ ഒരു കടായിൽ ഓയിൽ ചൂടാക്കാം. വെള്ളത്തിൽ നനച്ച് ബാറ്റർ എടുത്ത് വടയുടെ ഷേപ്പ് കൊടുത്ത് നടുവിൽ ചെറിയ ഹോൾ ഉണ്ടാക്കി ഓയിലിലേക്ക് ഇടാം. മീഡിയം ഫ്ലെയിമിൽ 2 വശവും ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. ഇങ്ങനെ നമുക്ക് നല്ല അടിപൊളി ക്രിസ്പി ഉഴുന്നുവട റെഡിയായി. ഇത് നമുക്ക് ചൂടോടെ തേങ്ങാ ചട്നിയുടെ കൂടെ സാമ്പാറിനോടെയോ സെർവ് ചെയ്യാം. ഒട്ടും ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്യണം. സൂപ്പർ ടേസ്റ്റിയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇങ്ങനെ റെസിപ്പി കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.